ചിന്നക്കനാൽ 301 കളക്ടറുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയർപ്പിച്ച നാട്ടുകാർ. വി വിഘ്നേശ്വരി IAS ജില്ലയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ചിന്നക്കനാലിലെത്തിയത്. 301 കോളനിയിൽ താമസിക്കുന്ന ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള ഉറപ്പും കളക്ടർ നൽകിയിരുന്നു. ഇത് 301 കോളനി. 2002-2003 കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസികളെ 301 വീടും സ്ഥലവും നൽകി കുടിയിരുത്തി. പക്ഷേ ഇവിടുത്തുകാരുടെ പ്രതിസന്ധികൾ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നിരുന്നു. പരാതികൾ രൂക്ഷമായപ്പോൾ ആദ്യമായി ഇവിടെ എത്തിയത് മുൻ കളക്ടറായിരുന്ന ഷീബ ജോർജാണ്. അന്ന് നിരവധി പ്രശ്നങ്ങൾ കളക്ടറുടെ മുമ്പിൽ ജനങ്ങൾ നിരത്തിയെങ്കിലും പരിഹരിച്ചവ ചുരുക്കം മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് വിഘ്നേശ്വരി IAS ചിന്നക്കനാൽ സന്ദർശിച്ചത്. മേഖലയിലെത്തുന്ന രണ്ടാമത്തെ കളക്ടറാണ് വി വിഘ്നേശ്വരി IAS. വന്യമൃഗ ശല്യമടക്കമുള്ള വിഷയങ്ങൾ മൂലം വീടും സ്ഥലവും ഉപേക്ഷിച്ച് നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ നിന്നും പോയിരുന്നു. എന്നാൽ പോകാൻ മറ്റിടങ്ങളില്ലാത്ത 90ഓളം പേരാണ് കുടിയിലുള്ളത്. ഇതിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് 45 കുടുംബങ്ങളും. സർക്കാർ വെച്ച് നൽകിയ വീടുകൾ നിലവിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. മാത്രവുമല്ല, ഇവിടേക്ക് ഗതാഗത യോഗ്യമായ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. മാത്രവുമല്ല, വന്യജീവി പ്രതിരോധത്തിന് വേണ്ട സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ കാട്ടാനശല്യവും രൂക്ഷമാണ്. ഇത്തരം പ്രശ്നങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നേരിട്ടെത്തി സന്ദർശനം നടത്തുവാൻ തീരുമാനിച്ചത്. കളക്ടറുടെ ഇടപെടലിൽ വിശ്വാസമുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടിനിവാസികൾ പ്രതികരിച്ചു. സന്തോഷമായി. കാരണം ഇപ്പോൾ പുതിയ കളക്ടർ നല്ല കളക്ടറാണ്. പിന്നെ ഞങ്ങളുടെ വഴിയുടെ കാര്യം, അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എല്ലാവർക്കും ഇച്ചിരി ദുരിതത്തിലുള്ളതാണ്. 25 കിലോ അരി കിട്ടുന്നുള്ളായിരുന്നു. അരിയും കൊണ്ട് എല്ലാവർക്കും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല, അത് പറഞ്ഞു. പിന്നെ ഷോളാറ് വേലി, വഴി പ്രശ്നങ്ങൾ, പിന്നെ കര അടയ്ക്കുന്നത്. ഇവിടെ സ്ഥിരം താമസിക്കുന്നവർക്ക് കര അടയ്ക്കുന്നുണ്ട്. അന്ന് ഈ കളക്ടർ പറഞ്ഞ കണക്ക് സ്ഥിര താമസമില്ലാത്തവർക്ക് കര അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കളക്ടർ ഏറ്റിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്. ഇനി കളക്ടറെ ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. വന്യമൃഗശല്യം അടക്കമുള്ള വലിയ പ്രതിസന്ധികളിൽ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.